ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ എൻ്റെ പൂച്ചക്കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ഒരുപാട് ശ്രമം നടത്തി. അങ്ങനെ എൻ്റെ വലിയ കാറ്റിനെ നാളെ കൊണ്ടുപോയി വന്ധ്യംകരിക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ദൂരമുണ്ട്, എന്നാലും അന്വേഷിച്ച് കണ്ടുപിടിച്ച് പോകാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഒന്നിനെ മാത്രമേ തരുവുള്ളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരു കിടന്ന് അടിയിട്ട് എൻ്റെ കുഞ്ഞൂട്ടൻ പൂച്ചക്കുഞ്ഞിനെയും കൂടെ സേഫാക്കി. ഇപ്പോൾ അങ്ങനെ ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ച പോലെ ആയി. പിന്നെ ഒരു യൂട്യൂബിലൊരു വീഡിയോ, ഇപ്പം ഫേസ്ബുക്കിൽ അങ്ങനെ ഒരു വീഡിയോ കണ്ടു. പൂച്ച വളർത്തുന്നവർക്ക് മാനസിക രോഗം ഉണ്ടാവും. പിന്നെ സ്ക്രിസോഫീനിയ എന്ന് പറഞ്ഞ ഒരു മാനസിക രോഗം ഉണ്ടാവും. പൂച്ചയുടെ കടിയേൽക്കുമ്പം ഡയറക്റ്റ് അത് സ്കിന്നിലൂടെ നുഴഞ്ഞു കയറി തലച്ചോറിനെ ബാധിക്കും. അങ്ങനെ ഡോക്ടർമാർ 40 വർഷത്തെ ഗവേഷണത്തിന് ശേഷം ഇപ്പോൾ വന്ന റിസൾട്ട് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ പിന്നെ ഇനി അവിടെ ഒന്നും പോയി. അപ്പോൾ പറയണ അത്ര അത്യാവശ്യമെങ്കിൽ ഒരു പൂച്ചയെ ഇട്ടേക്കാം. ഞാൻ പറഞ്ഞു ബാൽക്കണി വെച്ചേക്കാം. അപ്പോൾ പറഞ്ഞു ബാൽക്കണി അടച്ചിടാനുള്ളതല്ല, ബാൽക്കണി തുറന്നിടാനുള്ളതാണ്. അങ്ങനെ അവിടെ നിന്ന് എൻ്റെ കുഞ്ഞൂട്ടനെ അത് ഇനി ഞാൻ എന്തു പറയാൻ, കറക്റ്റ് സമയത്തിന് തന്നെ ആ വീഡിയോ അങ്ങനെ മുമ്പേ വന്ന് പെട്ടുകൊടുത്തു. ഇനി മാനസിക രോഗം വരെ ഇനി പൂച്ച കടിക്കണം, അല്ലാതെ വീട്ടിൽ നിന്ന് ഉള്ള ടെൻഷൻ കൊണ്ട് ആർക്കും മാനസിക രോഗമൊന്നും ഉണ്ടാവില്ല. പൂച്ച കടിച്ചാലേ ഇനി വരുള്ളൂ. ചിലപ്പോൾ ശരിയായിരിക്കാം. പിന്നെ ഡോക്ടർമാർ ഗവേഷണം നടത്തിയാണല്ലോ, പാല് കുടിച്ചാൽ ക്യാൻസർ വരും, പൂച്ച കടിച്ചാൽ സ്ക്രിസോഫീനിയ വരും, എന്തെല്ലാം വരുമെന്നറിയില്ല.